എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നേ നന്ദുവിനെ രക്ഷിക്കാനായിട്ട് അവസാനം നന്ദ ഇന്ദീവരത്തിലേക്ക് വരുവാണ്. കാരണം നന്ദുന്റെ കാല് സുഖപ്പെടുത്താന്ന് നന്ദ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. അങ്ങനെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന് വേണ്ടിയിട്ട് ആ ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദ വരുവാണ്. പിന്നീട് ഇന്ത്യവരത്തിലുണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒടുവില് പിങ്കിക്ക് ആ സത്യങ്ങളൊക്കെ നന്ദയോട് തുറന്നു പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പിങ്കി വന്ന് നന്ദയുടെ കാല് പിടിക്കുകയാണ്, നന്ദുമനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കില് നന്ദ പിങ്കിനെ നിരുത്സാഹപ്പെടുത്തി വിടുവായതേ, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഓർത്തിട്ട് പിങ്കിക്ക് ഭയങ്കര വിഷമായിരുന്നു. തന്റെ മോനിങ്ങനെ അവസ്ഥ വന്നിട്ട് പോലും അവള് തിരിഞ്ഞു നോക്കിയില്ലോ എന്നൊരു ടെൻഷനോട് കൂടിയിട്ടാണ് പിങ്കി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നേ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നന്ദ ഗൗരിമോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കാരണം നന്ദുവിന് താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് റിസ്ക് എടുത്താണെങ്കിലും താൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അവനൊരു പേഷ്യന്റ് ആണ്. ബാക്കി വശങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ. എന്തൊക്കെ തന്നെയാണെങ്കിലും അവന്റെ ജീവനാണ് ഇപ്പൊ താൻ പ്രാധാന്യം കൊടുക്കണ്ടേ. അല്ലാതെ വീട്ടുകാരുമായിട്ടുള്ള ശത്രുതയ്ക്കോ താനും ഗൗതം സാറും തമ്മിലുള്ള വിദ്വേഷത്തിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കണേ. അവന്റെ കുഞ്ഞു ജീവൻ, അതോടെ തന്നെ അവന്റെ കുഞ്ഞു മനസ്സിൽ താൻ ആഴത്തി പതിഞ്ഞിട്ടുണ്ട് താനും ഗൗരിമോളും. അപ്പൊ അവനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ തന്റെ കടമയും ബാധ്യതയുമാണ്. അതുകൊണ്ടാണ് നന്ദുവിന്റെ അടുത്തേക്ക് നന്ദ വരുന്നത്. അങ്ങനെ നന്ദ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേനും മഹേശ്വരനും മോഹിനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നന്ദയെ കണ്ട ഒരു നിമിഷം മോഹിനി തിരിഞ്ഞു നോക്കുവാണ്. നന്ദയെ കണ്ടെന്ന് ചോദിച്ചു, ഓഹോ നീയോ, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ അടുത്തേക്ക് പാഞ്ഞങ്ങോട്ട് ചെല്ലുവാണ്. ഒരു നിമിഷം ഗൗരിമോള് ഞെട്ടിപ്പോയി. എന്താ ഗൗരിമോൾക്കൊന്നും മനസ്സിലായില്ല. ഗൗരിമോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് തന്നെ. ഈ സമയത്ത് മഹേശ്വരൻ പറഞ്ഞു, മോഹിനി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയണ. മിണ്ടാതിരിക്കാനാ ഞാനാ? ഇവള് കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. ഇവള് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഇന്ത്യവരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതാ. പിന്നെ എന്ത് കാണിക്കാനായി നീ ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുന്നേ? ഈ സമയം മഹേശ്വരൻ പറഞ്ഞു, അത് ഒരു പക്ഷെ നന്ദുവിനെ നോക്കാനായിട്ടായിരിക്കും എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അത്ര സമയം നന്ദ മിണ്ടായിരുന്നു. നന്ദ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ ആരെയും കാണാൻ വേണ്ടിയിട്ടല്ല. ഞാന് നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന, നന്ദുവിനെ കാലിന് ഭേദമാക്കാൻ വേണ്ടി മാത്രം വന്ന, പിങ്കി എന്നെ വന്ന് വിളിച്ചിട്ട് മാത്രം വന്ന, അല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ വന്നൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് നന്ദ ഗൗരിമോളുടെ കൈ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേന് അകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിമിഷം നന്ദയെ കണ്ടതും പിങ്കിക്ക് സന്തോഷമായി. അതുപോലെ തന്നെ നന്ദൂട്ടൻ കണ്ണു തുറന്ന് കിടക്കുമായിരുന്നു. ഗൗരിമോളെ കണ്ടതും നന്ദൂട്ടന് സന്തോഷമായി. ഗൗരിമോള് നന്ദൂട്ടാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നന്ദുവിന്റെ അരിയിലേക്ക് ഇരിക്കുകയാണ്. പെട്ടെന്ന് നന്ദൂട്ടനായിട്ട് ഗൗരിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ പൊണ്ണ് പോലും കണ്ണു നിറഞ്ഞുപോയി. പിന്നീട് ഗൗതം ഇങ്ങനെ നന്ദേനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ സമയം പിങ്കി പറഞ്ഞു, ഗൗതം ദേഷ്യപ്പെടുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ടാണ് നന്ദ ഇങ്ങോട്ടേക്ക് വന്നേ. നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുള്ളൂ എന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അവളെ പോയി കണ്ടത്. അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞാനാന്നൊക്കെ പറയണം. ആ സമയം ഗൗതം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോണം. ഗൗതത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ഇങ്ങനെ രൂക്ഷമായിട്ട് നന്ദേനെ ഒന്ന് നോക്കുവാണ്. പക്ഷെ എങ്കിൽ ഗൗരിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നി. കുഞ്ഞല്ലേ, അപ്പൊ അതിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് ഗൗരിമോളുടെ നന്ദുവിന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ട് എല്ലാരും അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അരുന്ധതി ലക്ഷ്മിയോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ലക്ഷ്മിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല അവൾ എന്തിനാ ലക്ഷ്മി ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. നന്ദുവിന്റെ കാല് ഭേദമാക്കണമെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവള് വരണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഇവള് കാരണം ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചേ. അല്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ലക്ഷ്മിയ പറഞ്ഞു, പോട്ടെ, നന്ദുവിന്റെ കാല് ഭേദമാവുന്നോടം വരെ നമ്മളൊന്നും എതിർത്ത് പറയണ്ടെന്ന് പറയാണ്. അവന്റെ കാലാദ്യം ഭേദമാകട്ടെ എന്ന് പറയാണ്. ഈ സമയം ഗൗതം പിങ്കിനെയും കൊണ്ട് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. അല്ല അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞില്ലേ അവളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. നന്ദുവിനെ സുഖപ്പെടുത്താൻ അവളുടെ ആവശ്യമില്ലെന്ന് പറയണം. അതേ ഗൗതം വെറുതെ ഇങ്ങനെയൊന്നും പറയരുത്. നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗം കണ്ടില്ല. നന്ദ വരുന്ന രക്ഷിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? നന്ദ ഒരു ഡോക്ടർ എന്ന നിലയിലാ വന്നിരിക്കുന്നത്. വേറൊന്നും ഗൗതം ഇപ്പൊ ചിന്തിക്കണ്ട. നമ്മുടെ നന്ദൂട്ടിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും പിന്നെ ഗൗതം ഒന്നും പറയാനൊന്നും പോയില്ല. പിന്നീട് നന്ദ വന്നിട്ട് കാലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. പിന്നീട് നന്ദുവിനോട് പറഞ്ഞു, അതെ മോന് പെട്ടെന്ന് സുഖമായിട്ടോ, ഡോക്ടർ ആന്റി ഇങ്ങ് വന്നില്ലേന്ന് ചോദിക്കാം. എനിക്കറിയാം ഡോക്ടർ ആന്റി വന്നിട്ടാണെങ്കിൽ എന്റെ കാലൊക്കെ പെട്ടെന്ന് തന്നെ സുഖമാവും, എന്റെ എല്ലാ അസുഖങ്ങളും ഭേദമാവും, എനിക്കറിയാന്ന് പറയാണ്. പിന്നെ നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മിയമ്മ ബാക്കി എല്ലാവരും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി അവര് തമ്മിലൊരു ബോണ്ടിങ് എന്താന്ന്. കാരണം
കുറച്ച് ദിവസം മാത്രമേ നന്ദൂരിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അവർക്ക് തമ്മിൽ എന്തോ ഒരു ആജന്മ ബന്ധമുള്ള പോലെ, മുൻജന്മ ബന്ധമുള്ള പോലെ തന്നെയാണ് അവർ പെരുമാറുന്നതൊക്കെ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേന് നന്ദു ആൾ ഉഷാറായി. മുമ്പത്തെ പോലെ ആയിരുന്നില്ല നന്ദു. പിന്നീട് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വരുവാണ്. ഡോക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ അവരോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പറയാണ്. അവന്റെ മനസ്സിൽ എന്തൊക്കെയാണ് കയറി കൂടിയിരിക്കുന്നത്. നന്ദ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രം തന്റെ അസുഖം ഭേദമാവുന്നുള്ളതെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന്റെ അസുഖം ഭേദമാക്കാൻ ഡോക്ടറെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞങ്ങളും കൂടെ നിൽക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനം നന്ദുവിനെ നോക്കാനായിട്ട് നന്ദ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാണ്. പിന്നീട് പിങ്കി പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. പക്ഷെ ഗൗതത്തിന് പോകാൻ മനസ്സിലായിരുന്നു. നന്ദൂട്ടനെ വിട്ടിട്ട് പോകാനായിട്ടൊരു മനസ്സൊന്നും ഇല്ലായിരുന്നു. ആ സമയം നന്ദ പറഞ്ഞു, അതെ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ പിങ്കിയും കൂടെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ്. പക്ഷെ പിങ്കിക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നന്ദൂട്ടനെ ഇവിടെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ലോ. ഈ സമയം നന്ദ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നീട് ഗൗരിമോൾ എന്ത് ചെയ്യാണ്, ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ലക്ഷ്മി അമ്മയ്ക്ക് അവളുടെ കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അരുന്ധതിക്കാണെങ്കിലും കുഞ്ഞല്ലേ, എത്രയെന്ന് പറഞ്ഞാൽ അവളുടെ ചിരിയും കളിയും അവളുടെ ചെറിയ കൊഞ്ചലുകളും ഒക്കെ അവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് അവരെല്ലാരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് പിങ്കി നന്ദുമോന്റെ അടുത്തേക്ക് എന്നു. നന്ദുമോനോട് ചോദിച്ചു, ഇപ്പൊ മോന് സന്തോഷമായെന്ന് ചോദിക്കാം. എനിക്ക് സന്തോഷമായെന്ന് പറയാ. അതെ എത്രയും പെട്ടെന്ന് മോന്റെ കാല് സുഖപ്പെടുമെന്ന് പറയണ. അത് പിന്നെ എനിക്കറിയാം, ഡോക്ടർ ആന്റി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറയണ. അങ്ങനെ പിങ്കി പുറത്തേക്ക് പോയ സമയത്ത് നന്ദുവിന്റെ അടുത്ത് എന്നിട്ട് നന്ദ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നന്ദുവിന് സന്തോഷമായെന്ന് മനസ്സിലായി. അങ്ങനെ 1-2 ദിവസം കൂടെ കഴിഞ്ഞുപോയി. നന്ദുവിന്റെ കാല് ഏകദേശം ഭേദമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം, വീട്ടിൽ പോയിട്ട് ചികിത്സ മതി എന്ന് പറയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടിപ്പോ നന്ദ ശരിയെന്ന് പറയാണ്. പക്ഷേങ്കിൽ നന്ദയ്ക്ക് ഇന്ത്യവരത്തിൽ പോയി താമസിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നന്ദ എന്ത് ചെയ്യുവാണ്, നന്ദ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം എടുക്കുകയാണ്. നന്ദയ്ക്കും ഗൗരിക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. നന്ദുവിന്റെ കാര്യങ്ങൾ നന്ദുവിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതോടെ വരെ അവിടെ നിൽക്കണമല്ലോ. അപ്പൊ നന്ദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നന്ദുവിനെ നോക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വീടൊക്കെ എടുക്കുകയാണ്. പിന്നീട് അരുന്ധതിയും ലക്ഷ്മിയമ്മയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഗൗതത്തിനും പിങ്കിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം. അത് നന്ദേനെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിരുന്നു. നന്ദേനെ ക്ഷണിക്കുകയും ചെയ്യണം, അവള് കാണണം, അവരുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അവളെ വിളിക്കുകയും ചെയ്യണം എന്നൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നീട് പിങ്കിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. പിങ്കിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അതെ പിങ്കി, നിന്റെയും ഗൗതത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ, അത് നമുക്ക് അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ ലക്ഷ്മിയമ്മേ, എന്തിനാ വെറുതെ ഒരു വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രഹസനം കൂടെ നടത്തുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാനും ഗൗതം തമ്മിൽ വേറൊരു ബന്ധമില്ലെന്നുള്ള കാര്യം. ഇപ്പോഴും ശരിക്കും ഞാനും ഗൗതം തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലോ എന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, അതൊന്നും മോള് വിചാരിക്കണ്ട, മോള് ഈ ഇതിലൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം. ഇത് കേട്ടപ്പോ പിങ്കി പിന്നെ എതിർപ്പൊന്നും പറയാൻ പോയില്ല. അവരുടെ മനസ്സിൽ ഉദ്ദേശം വേറെന്നായിരുന്നു, ഒരു കാരണവശാലും നന്ദ ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ്. ഇനി ഗൗതത്തിന്റെ ഇടയിലേക്ക് നന്ദ തിരികെ വരില്ല. അതിനു വേണ്ടിയിട്ട് പിങ്കിയെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെയാണ് അവര് തീരുമാനിച്ചത്. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്ത് ഈ പറയുന്ന മോഹിനിക്കോ പവിത്രയ്ക്കോ ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നന്ദ തിരിച്ചു വന്നാലും പിങ്കിയുടെ അധികാരം ഇതായിട്ടും കുറഞ്ഞിട്ടില്ല. നന്ദയെ ഒരുപക്ഷെ ഒരിക്കലും ഇനിയിപ്പം നന്ദ ഇങ്ങോട്ട് ഇന്ത്യവരത്തിലേക്ക് വരാനായിട്ട് പോകുന്നില്ലെന്ന് അവർക്കറിയാം. എന്നാലും പിങ്കിയുടെയും ഗൗതത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നറിയാം. എങ്കിലും ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നവരോട് മോഹിനിക്കും പവിത്രയ്ക്കും താല്പര്യമില്ലായിരുന്നു. മോഹിനി പലതവണ അത് കുത്തി കുത്തി പറയുകയും ചെയ്തു. പക്ഷെ ലക്ഷ്മിയമ്മ അരുന്ധതി ഒന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോയേയില്ല. പിന്നീട് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അരുന്ധതി ഗൗതത്തിനെയും പിങ്കിനെയും വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, ആ കൂടത്തില് നന്ദേനെയും കൂടെ വിളിക്കണം. ഇത് കേട്ടതും ഗൗതം, അതെന്തിനാ നന്ദേനെ വിളിക്കണം എന്ന് ചോദിക്കാം. നന്ദുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ, അപ്പൊ പിന്നെ എന്താ നന്ദേനെ വിളിച്ചാല് അവളും കൂടെ വരട്ടെ എന്ന് പറയണം. അവളും ഗൗരിമോളും കൂടെ വരട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം പിങ്കിക്കാണ് ആകെപ്പെടെ അസ്വസ്ഥ ഉണ്ടായിരുന്നു. കാരണം നന്ദ വന്നു കഴിയുമ്പോൾ നന്ദയുടെ മുന്നിൽ വെച്ചത് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെങ്കിൽ അരുന്ധതി ലക്ഷ്മിയൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അങ്ങനെ അവസാനം ഗൗതം പറഞ്ഞു എന്ത് വേണം ചെയ്യാനൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവസാനം വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം വന്നു. ഭയങ്കര ആഘോഷമാക്കി മാറ്റാനായിട്ട് തീരുമാനിച്ചു. പിന്നീട് നന്ദേനെ അങ്ങനെ ക്ഷണിക്കുവാണ്. ഈ സമയം ഗൗരിമോൾക്ക് സന്തോഷമായി. കാരണം നന്ദുവിന്റെ വീട്ടിലേക്ക് പോവാം, അവനോടൊപ്പം കളിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. അത് ഗൗരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ എന്ന് അരുന്ധതിയോട് ചോദിച്ചു, അല്ല നന്ദ വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവള് വരുമായിരിക്കും, വരാൻ ചാൻസ് കുറവാന്ന് പറയാണ്. അവൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ത്രാണി ഉണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയാണ്.
ലക്ഷ്മി പറഞ്ഞു അവള് വരണം, അവൾ ഇതെല്ലാം കാണണം. തന്റെ ഗൗതത്തിന്റെ കുഞ്ഞിനെ കൊണ്ടേ കൊന്നു കളഞ്ഞ അവള്, എന്നിട്ടാണ് അവളിപ്പം വേറൊരു കുഞ്ഞുമായിട്ട്, അവൾ അതിനെ ദത്തെടുത്താണോ അവളുടെ സ്വന്തം കുഞ്ഞാണെന്ന് ആര് കണ്ടെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു അത് ശരിയാന്ന് പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഗൗരിമോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും നന്ദൂട്ടൻ അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നത് ഗൗരിമോടെ കൈ പിടിച്ചിട്ട് വാ ഗൗരി എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഗൗരിക്ക് സന്തോഷമായി. നന്ദയ്ക്കാണെ അങ്ങോട്ട് കയറണോ അതോ തിരിച്ചിറങ്ങണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. അന്ന് ഇറങ്ങി പോണ സമയത്ത് തന്നോടൊപ്പം തന്റെയും ഗൗസാറിന്റെ കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഞ്ഞില്ല. ഈ സമയം നന്ദയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തോട് വിട്ട് ലക്ഷ്മി അരുന്ധതിയും ചെന്ന് നന്ദയോട് ഞാൻ വാ അകത്തേക്ക് കയറി വാ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ആകെപ്പാടെ അസ്വസ്ഥയോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് ഗൗതമും പിങ്കിയും കൂടെ ഒരുങ്ങി അവിടെ നിങ്ങളുടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായി. നന്ദ തന്റെ താലിയിലേക്ക് അങ്ങോട്ട് മുറുക്കി പിടിക്കുകയാണ്. ഇപ്പോഴും ഗൗതം സാറ് കിട്ടിയ താലിയാണ് തന്റെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പോഴാണ് അവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. നന്ദയ്ക്കാണെങ്കിൽ തല കറങ്ങുന്ന പോലെ തോന്നി. അത്രയ്ക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നന്ദ അതൊന്നും മുഖത്ത് പ്രകടിപ്പിച്ചില്ല. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഗൗരിമോളെയും കൂടെ നന്ദൂട്ടം വിളിച്ചു. അങ്ങനെ ഗൗരിമോളുടെ കയ്യെ പിടിച്ചിട്ടാണ് ഗൗരിമോളുടെ നന്ദൂട്ടന്റെ കയ്യെ പിടിച്ചിട്ടാണ് അവര് കേക്ക് കട്ടിയൊക്കെ ചെയ്യുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ ചങ്ക് പൊട്ടിയാ നന്ദ നിൽക്കുന്നത്. നന്ദയുടെ മുഖത്ത് അത് ഇടയ്ക്കിടയ്ക്ക് പ്രകടമാവുന്നുണ്ടായിരുന്നു. ഗൗതത്തിനും വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. നന്ദയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കോപ്രായങ്ങളെ കാണിക്കുന്നതോട് ഗൗതത്തിനും താല്പര്യമില്ലായിരുന്നു. നന്ദേനെ മുറിവ് ഏൽപ്പിക്കുന്നതോട് താല്പര്യമില്ല. അവള് വേറൊരു കല്യാണം കഴിച്ചു. എന്നാൽ പോലും അവളോട് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നതോട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് നന്ദ ഒരു വിധത്തിൽ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് നന്ദയ്ക്കാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയാൽ മാത്രം മതിയെന്നുണ്ടായിരുന്നുള്ളൂ. കാരണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാണ്. ഇവിടെ ഓരോ ഓർമ്മകളുണ്ടല്ലോ നന്ദേനെ സംബന്ധിച്ചിടത്തോളം. നന്ദയ്ക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നീട് ഗൗരിമോൾക്കാണെങ്കിലോ അവിടുന്ന് വരാനായിട്ട് തോന്നിയില്ല. ഗൗരിമോളും നന്ദൂട്ടനും അതിലുള്ള കളിച്ചിരിച്ച് ഓടി നടക്കുകയാണ്. പിന്നീട് ഗൗരിമോൾ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ടേക്ക് വരുവാണ്. ഗൗതം വന്നിട്ട് ഗൗരിമോളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൗരിമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഗൗരിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതുവരെയായിട്ടും തനിക്ക് ഒരച്ഛനില്ല. പക്ഷെ എന്തോ നന്ദൂട്ടന്റെ പപ്പയാണ്. അപ്പൊ ഒരു അച്ഛന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ഗൗതമിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഗൗരിയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് ഇതിനു മുമ്പ് ഇല്ലാത്ത എന്തോ ഒരു ഫീലിങ്സ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ നന്ദയുടെ കുഞ്ഞായതുകൊണ്ടാണോ എന്നൊരു ചിന്തയും കൂടെ ഗൗതത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. ഗൗതത്തിന് അറിയത്തില്ലോ അത് തന്റെ നന്ദയുടെ കുഞ്ഞാന്നുള്ള കാര്യം. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ഗൗരീനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് കൂടെ പോവാണ്. അങ്ങനെ അവരെല്ലാം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ അസ്വസ്ഥനായി ഗൗതം പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിങ്കിയുടെ അടുത്ത് ചെന്നിട്ട് സത്യം പറ പിങ്കി, ഇത് ആരുടെ പ്ലാനാ ഇതെല്ലാം ഇങ്ങനെ നടത്തിയെന്ന് ചോദിക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം നന്ദേനെ ഹരാസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നതെന്ന് ചോദിക്കണം. ഞാനല്ല ഇതിന്റെ പിന്നില്, ലക്ഷ്മിയമ്മ അരുന്ധതി വല്യമ്മയൊക്കെയാന്ന് പറയണം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും വേണ്ട, ഇതുപോലെ ഒരു കാര്യം നടത്തേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഓരോന്ന് നന്ദനെ കാണിക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയും ലക്ഷ്മിയൊക്കെ പിങ്കിയോട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നന്ദനെ കാണിക്കാൻ വേണ്ടാന്നുള്ള കാര്യം ഗൗതത്തിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതൊക്കെ ഗൗതത്തിന്റെ മനസ്സിൽ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും നന്ദയെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. അവള് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കാം എന്നൊരു ചിന്തയായിരുന്നു ഗൗതത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് പിങ്കി പറഞ്ഞു എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നന്ദ റൂമിലേക്ക് വന്നാലും നന്ദയ്ക്ക് ആ പാട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം പിങ്കിയും ഗൗതവും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും പിന്നെ അവർക്കൊക്കെ പിങ്കിയോടുള്ള സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല. ഗൗരിമോള് ആ കുടുംബത്തിലെയാണ്. പക്ഷെ അവരാദ്യം അത് തിരിച്ചറിഞ്ഞിട്ടുമില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് അറിയാതെ നന്ദയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകാണ്. പിന്നീട് നിർമ്മലിനെ വിളിക്കുന്നുണ്ട്. നിർമ്മലിനെ വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മലിനും ആകെപ്പാടെ വിഷമായി. നിർമ്മല് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ മുഹൂർത്തി പറയാൻ മേലായിരുന്നു ഗൗരി ആരുടെ മോളാന്നുള്ള സത്യം തുറന്നു പറയാൻ മേലായിരുന്നു ഒക്കെ ചോദിച്ചുകൊണ്ട് നിർമ്മല് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ നന്ദ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, അവൾ എന്റെ മോളാണ്, അവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് നന്ദ തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം, ഇനിയിപ്പൊ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. അവന്റെ കാല് സുഖപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെങ്കില് നന്ദയ്ക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. പിന്നീട് ഗൗരിയും നന്ദയെ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് സഹിച്ചില്ല. നന്ദുവിന് ഭയങ്കര വിഷമായി പോയി. പിന്നീട് നന്ദു പിങ്കിയോട് ഇന്ന് പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു അതെ മോൻ ഇനിയിപ്പൊ അധികം അടുപ്പത്തിനൊന്നും പോകണ്ട, അവര് പോവാണ് പോട്ടെ എന്നൊക്കെ പറയണം. മോന്റെ കാലം അത്യാവശ്യം ഭേദമായല്ലോ എന്നൊക്കെ പറയാം. ഇനിയിപ്പൊ മോന് കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂട്ടം പറഞ്ഞില്ല എന്റെ കാല് ശരിക്കും ഭേദമായിട്ടൊന്നുമില്ല, ഡോക്ടർ ആന്റിയൊക്കെ എന്തിനാ അവിടെ താമസിക്കുന്നത്, ഡോക്ടർ ആന്റിക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാലോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിങ്കിക്കാണ് ആകെപ്പാടെ അസ്വസ്ഥയായി.
പിങ്കി പറഞ്ഞു, നീ എന്തൊക്കെയാ മോനെ പറയണെന്ന് ചോദിക്കാ. അതെ, ഡോക്ടർ ആന്റീനെ, അതെ ഗൗരിനെയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അവരിവിടെ താമസിക്കട്ടെ. അവരെന്തിനാ അവിടെ വേറെ റൂം എടുത്ത് താമസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, എന്റെ കാല് സുഖപ്പെട്ടതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ പറയണം. പക്ഷേങ്കില് പിങ്കിക്ക് ലക്ഷ്മി എന്ത് മറുപടി പറയണം നടത്തില്ല. അവസാനം നന്ദൂട്ടൻ എന്ത് ചെയ്തു, ബാത്റൂമിൽ കയറി കഥ അടിച്ചിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. അതിനകത്തുനിന്ന് പുറത്തിറങ്ങി വന്നില്ല. അവസാനം പിങ്കിക്ക് ആകെപ്പാടെ സങ്കടമായി. പിങ്കി ഭയങ്കര കടച്ചിൽ കരയാണ്. അപ്പത്തേലും ലക്ഷ്മിയമ്മ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, മോൻ കഥവ് തുറക്കാനൊക്കെ പറയണം. അങ്ങനെ നന്ദനെ ഗൗരിനെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അവന് കഥയൊക്കെ തുറക്കാനായിട്ട് സംഭവിച്ചത് തന്നെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായി തീരുമെന്ന് അറിയത്തില്ല. അവസാനം ഗൗരിയും നന്ദയും കൂടെ അവിടേക്ക് വരാൻ കൂട്ടാക്കോ. ഇനിയിപ്പം നന്ദൂട്ടന്റെ കാല് ഭേദമാവുന്നോടം വരെ അവിടെ താമസിക്കാനായിട്ട് തയ്യാറാവുന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോ ഒടുവില് പിങ്കി പറയുമോന്ന് അറിയത്തില്ല നന്ദയോട്. താനും ഗൗതവും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല, നന്ദുവിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു നടത്തിയേക്കുന്നതെന്നൊക്കെ. അപ്പൊ അതൊക്കെ പറയുമോ നിർത്തില്ല. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ നന്ദയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.